ഇന്നൊരു നമുക്ക് മുട്ട ബജിയുടെ റെസിപ്പി കണ്ടാലോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. കുറച്ച് മൈദമാവ്, കുറച്ച് കടലമാവ്, അതേപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇവനാണ് നമ്മുടെ ഇന്നത്തെ ആയുധം. മുട്ടയില്ലാതെ എന്ത് മുട്ട ബജി. അങ്ങനെ ഓരോരോ മുട്ടയായിട്ട് നല്ല വൃത്തിക്ക് പൊളിച്ചെടുത്ത് മാറ്റി വെച്ച്, അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പി എന്തെല്ലോ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. അങ്ങനെ മുട്ടേനെ മുറിച്ച് മാറ്റിയെല്ലാം വെച്ച് അപ്പത്തേന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. വേഗം പാന് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും വെച്ച് അപ്പത്തേന് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണ ചൂടായപ്പത്തേന് ഓരോരോ മുട്ട അതിലേക്ക് പറക്കിയിട്ട് നന്നായി മൊരിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മുട്ട ബജി റെഡിയായി. ഇന്ന് എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പയുടെ വണ്ടിയുടെ സൗണ്ടും കേട്ടിട്ട് മൂന്നാളും ഓടിപ്പോയി. അങ്ങനെ കുറച്ച് നേരം അപ്പൂപ്പനും മക്കളും മുറ്റത്ത് നിന്ന് ഇങ്ങനെ കളിച്ചു. അപ്പത്തേനും ഞാൻ വേഗം ചായയെല്ലാം ചൂടാക്കാൻ വെച്ച്, ചൂടാറിയിട്ടാകുമ്പോൾ ചായ കുടിക്കാൻ വായോ എന്ന് വിളിച്ച് എല്ലാവരും ഓടി വന്ന് ചായയും കുടിച്ചിട്ട് അങ്ങനെ അവർ അപ്പൂപ്പൻ്റെ അമ്മൂമ്മൻ്റെ വീട്ടിൽ പോകാൻ റെഡിയായി. എല്ലാവരും ഹെൽമെറ്റെല്ലാം വെച്ച് സെറ്റായി. അങ്ങനെ എനിക്കും ടാറ്റ പറഞ്ഞ് അവർ യാത്രയായി. എല്ലാവരുടെയും വീക്ക്നെസ് ആണല്ലോ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും. അങ്ങനെ അവരും ഹാപ്പി, ഞാനും ഹാപ്പി.